വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. ഗായികയും സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷയുമായ പുഷ്പവതി പൊയ്പാടത്തിനെ അധിക്ഷേപിച്ച് നിർമ്മാതാവും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി. അടൂർ സിനിമാ രംഗത്തെ വലിയ ആളാണെന്നും ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡൊക്കെ കിട്ടിയതാണെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. ലോകത്ത് ജീവിച്ചിരിക്കുന്ന ചലച്ചിത്രകാരന്മാരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ആ സ്ത്രീ ആരായാലും പ്രസംഗം തടസ്സപ്പെടുത്തുന്നത് മര്യാദകേടാണെന്ന് ശ്രീകുമാരൻ തമ്പി മാധ്യമങ്ങളോട് പറഞ്ഞു. അടൂരിനെ പോലെ ഒരാൾ സംസാരിക്കുമ്പോൾ അഭിപ്രായം പറയുന്നത് അറിവില്ലായ്മയാണെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. പ്രസംഗം കഴിഞ്ഞ് എതിർപ്പുണ്ടെന്ന് പറയാം. അവർ കാണിച്ചത് ചുമ്മാ ആളാകാനുള്ള വേലയാണ്. ഇപ്പോൾ എല്ലാവരും അറിഞ്ഞില്ലേ? പുഷ്പവതിയെക്കുറിച്ച് തനിക്ക് കൂടുതൽ ഒന്നും അറിയില്ലെന്നും ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഫോട്ടോ എടുക്കാൻ വന്നിരുന്നുവെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. അന്ന് ബന്ധുവായ ഒരു കുട്ടിയാണ് അത് പുഷ്പവതിയാണെന്ന് പറഞ്ഞത്. ഇതാണ് തനിക്ക് പുഷ്പവതിയെക്കുറിച്ചുള്ള പരിചയം. പുഷ്പവതി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെന്ന് മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ പുഷ്പവതി സിനിമാ മേഖലയിലോ എന്നായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ ചോദ്യം. സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷയായിട്ട് കാര്യമില്ലെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. സർക്കാർ ഫണ്ട് കൊണ്ട് നിർമ്മിച്ച 4 പടങ്ങളും താൻ കണ്ടിരുന്നുവെന്നും ഒരു പടത്തിനായി 1.5 കോടി മുടക്കിയതായി തോന്നിയിട്ടില്ലെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. പണം മോഷ്ടിച്ചോ തിരിമറി നടത്തിയോ എന്നൊന്നും പറയില്ല. 26 പടം നിർമ്മിച്ച പ്രൊഡ്യൂസറാണ് താൻ. ഒരു പടം കണ്ടാൽ എത്ര രൂപ മുടക്കി എന്ന് തനിക്കറിയാം. താൻ വഴിപ്പോക്കനല്ലല്ലോ. സിനിമയിൽ താൻ 60ാമത്തെ വർഷമാണ്. സഹായം കൊടുക്കരുതെന്ന് താൻ പറയില്ല. 3 കോടി കൊടുക്കണം, പഠിപ്പിക്കണമെന്നാണ് പറയുന്നതെന്നും ശ്രീകുമാരൻ തമ്പി വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.